നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ക്രിസ്റ്റോഫ് ലോസ് ആണ്. സോ KCL ആൻഡ് KVL. KCLും KVL നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഒന്ന് അത് ബേസിക്കലി നമ്മൾ എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് ചാർജ്, ഇതിന്റെ ബേസിൽ പറയുന്ന ലോസ് ആണ്. ഇപ്പോൾ KCL ആണെങ്കിൽ കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് ഉദ്ദേശിക്കുന്നത്, ആൻഡ് KVL ആണെങ്കിൽ കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ലോസ് പറയുന്നത് വേറൊന്നുമല്ല, KCL മെയിനായിട്ട് ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു നോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. KVL എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്ലോസ്ഡ് പാത്ത്, ഒരു പാത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഇപ്പൊ KCLല് മെയിനായിട്ട് പറയുന്ന വരുന്നതല്ല, ഒരു എന്താ പറയാ, നമ്മുടെ ആ ഒരു നോഡ് അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ ടോട്ടൽ സം, ആൾജിബ്രിക് സം എന്ന് പറയുന്നത്. ഓക്കെ, ആൾജിബ്രിക് സം ആണ് കേട്ടോ. അതായത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും കറൻസ്. അതായത് വേറൊന്നുമല്ല, ആ നോഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിനെ പോസിറ്റീവ് കറൻസ് ആയിട്ടും നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്നതിനെ നെഗറ്റീവ് കറൻസുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ആൾജിബ്രിക് സം എടുക്കുമ്പോൾ ഒരു നോഡിൽ മീറ്റ് ചെയ്യുന്ന ടോട്ടൽ ബ്രാഞ്ച് കറൻസിന്റെ ആൾജിബ്രിക് സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് KCL പറയുന്നത്. ഓക്കെ, അതായത് വേറൊരു രീതിയിൽ നമുക്ക് ഇതിനെ പറയാം, സം ഓഫ് ഇൻകമിങ് കറൻസ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറൻസ്. ഓക്കെ, ഒരു ആ നോഡിലേക്ക് വരുന്ന കറണ്ടിന്റെയും സമ്മും ലീവ് ചെയ്യുന്ന കറണ്ടിന്റെ സമ്മും നമ്മൾ നോക്കുമ്പോൾ സെയിം ആയിരിക്കും. ഓക്കെ, സോ അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അതായത് ഒരു ചാർജ് നമുക്ക് അവിടെ നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു നോഡിൽ ഒരു ചാർജ് നമുക്ക് നഷ്ടപ്പെടുന്നില്ല, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നേ ഉള്ളൂ എന്നാണ് നമ്മളവിടെ പറയുന്നത്. സോ അതുകൊണ്ടാണ് കൺസർവിങ് ഓഫ് ചാർജ് എന്നുള്ളത് പറയുന്നത്. ആൻഡ് ഫ്ലോ ഓഫ് ചാർജ് കറണ്ട് ആയതുകൊണ്ടാണ് അതിനെ കറണ്ട് ലോ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരു ഫിഗർ നമ്മൾ കണ്ടല്ലോ, ഒരു നോഡിൽ പല ബ്രാഞ്ചസിൽ നിന്ന് കറണ്ട് വരുന്നു പോകുന്നു, I1 വരുന്നു, I2 അതിലേക്ക് വരുന്നു, I3 I4 I5 ഒക്കെ അതിൽ നിന്ന് ലീവ് ചെയ്യുന്നു. സോ I1 പ്ലസ് I2 വിൽ ബി ഈക്വൽ ടു I3 പ്ലസ് I4 പ്ലസ് I5. അതല്ലെങ്കിൽ I1 പ്ലസ് I2 മൈനസ് I3 മൈനസ് I4 മൈനസ് I5 ഈക്വൽ ടു 0. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഈ ക്രിസ്റ്റോഫ്സ് ലോസ്, അത് കറണ്ട് ലോ ആണെങ്കിലും ശരി, വോൾട്ടേജ് ലോ ആണെങ്കിലും ശരി, ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊന്നിനുമല്ല, നമ്മുടെ ഈ ഒരു സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ട്, DC സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് അൺനോൺ കറണ്ട് ആൻഡ് വോൾട്ടേജ് വാല്യൂസ് വരത്തില്ലേ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വാല്യൂസ് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന KCL ആൻഡ് KVL എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അതിന്റെ അരിത്തമെറ്റിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് വോൾട്ടേജ് ലോ. ഓക്കെ, KVLന്റെ ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. KVL നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ എന്താണ്, കൺസർവേഷൻ ഓഫ് എനർജി ആണ്. ഓക്കെ, കൺസർവേഷൻ ഓഫ് എനർജി ആണ്. നേരത്തെ പറഞ്ഞു നോഡിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ സം, ആൾജിബ്രിക് സം എന്ന് പറയുന്നത് 0 ആണെന്ന് പറഞ്ഞു. അതേപോലെ ഒരു ക്ലോസ്ഡ് പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യണം. KVL നമ്മൾ പറയുന്ന ഒരു ക്ലോസ്ഡ് പാത്തിനെ കൺസേൺ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഒരു ക്ലോസ്ഡ് പാത്തിനകത്ത് എന്താ പറയാ, അതിനകത്തുള്ള വോൾട്ടേജിന്റെ ആൾജിബ്രിക് സം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഒരു സർക്യൂട്ടിനകത്ത് ഒരു ക്ലോസ് സർക്യൂട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു സപ്ലൈ ഉണ്ടാവും അല്ലെ. ഈ സപ്ലൈ ആയിട്ട് വെക്കുന്നതിന് നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അതേസമയം നമുക്ക് ആ സപ്ലൈയിൽ തന്നെ, ആ ഒരു സർക്യൂട്ടിൽ തന്നെ, ഒരു ക്ലോസ് സർക്യൂട്ടിൽ തന്നെ ചിലപ്പോൾ പല ലോഡ്സ് ഉണ്ടാവും. ഇപ്പോൾ ഇതില് നമ്മൾ റെസിസ്റ്റൻസ് കാണിച്ചിരിക്കുന്ന പോലെ. സോ പല ലോഡ്സ് ഉണ്ടാവും. ഈ ഓരോ ലോഡിലും നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സംഭവിക്കും. സോ അത് ഡ്രോപ്പ് ആയതുകൊണ്ട് അതിനെ നമുക്ക് മൈനസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇതിന്റെ ഒരു ആൾജിബ്രിക് സം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് എന്താണ്, ടോട്ടല് വരുമ്പോൾ 0 ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ റൈസും ഉണ്ടാവും, പൊട്ടൻഷ്യൽ ഡ്രോപ്പും ഉണ്ടാവും. സോ സം ഓഫ് പൊട്ടൻഷ്യൽ റൈസും അതുപോലെ സം ഓഫ് പൊട്ടൻഷ്യൽ ഡ്രോപ്പും എന്ന് പറയുന്നത് എന്താണ്, സെയിം ആയിരിക്കും. ഓക്കെ, നേരത്തെ നമ്മൾ KCL പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, ആൻഡ് ഇതില് എന്താ പറയാ, ഒരു ക്ലോസ് സർക്യൂട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാം, ക്ലോസ് ലൂപ്പ് അല്ലെങ്കിൽ ക്ലോസ്ഡ് പാത്ത് എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു ചാർജ് അതിനകത്ത് തന്നെ മൂവ് ചെയ്യണം അല്ലെ. മൂവ് ചെയ്യുമ്പോഴത്തേക്കും അത് ഗെയിന് അല്ലെങ്കിൽ എനർജി ഗെയിൻ ചെയ്യുന്നുണ്ട്, ലോസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ നെറ്റ് എഫക്ട് എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ ബേസിക്കലി അതിൽ ഗെയിനും ലോസും എല്ലാം വന്നിരുന്നാലും നെറ്റ് എഫക്ട് എന്ന് പറയുന്നത് 0 ആണ്. അതായത് നഷ്ടപ്പെടുന്നുമില്ല, നേടുന്നുമില്ല. ഓക്കെ,
സോ കൺസേർവ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, പലയിടത്തായിട്ട് ഈ പറയുന്ന എന്താണ് എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, റൈസ് മീൻ പൊട്ടൻഷ്യൽ റൈസ് വരുന്നിടത്ത് അവിടെ കൂടുന്നു, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് വരുന്നിടത്ത് കുറയുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, വി എസ് എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ ആണ്, ആൻഡ് V1 V2 എന്ന് പറയുന്നത് ഓരോ സർക്യൂട്ടിലെ ഓരോ എലമെന്റ്സിൽ ഓരോ റെസിസ്റ്റേഴ്സിൽ നടക്കുന്ന ഡ്രോപ്പ് ആണ് ആ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ സം എടുക്കുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് വി എസ് വിൽ ബി ഈക്വൽ ടു V1 പ്ലസ് V2 എന്നുള്ള രീതിയിൽ കിട്ടും. ഒന്ന് റൈസും മറ്റേത് രണ്ടും ഡ്രോപ്പും ആണ്. അതല്ലെങ്കിൽ VS മൈനസ് V1 മൈനസ് V2 ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ എഴുതാവുന്നതാണ്. ആൻഡ് V1 എന്ന് പറയുന്നത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കുവാണ്. ആൻഡ് ഇതിൽ വേറൊരു കാര്യമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ലോ അല്ലേ. സോ കറണ്ട് വിൽ ബി സിമിലർ. ഓക്കെ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പാത്ത് അല്ലേ. സോ ഈ ഒരു സർക്യൂട്ടിൽ കറണ്ട് സിമിലർ ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് V1 എന്ന് പറയുമ്പോൾ I1 ഇൻറ്റു R1 ആൻഡ് V2 എന്ന് പറയുമ്പോഴത്തേക്കും I2 ഇൻറ്റു R2 ആൻഡ് ഇതിന്റെ രണ്ടിന്റെയും സം ആണ് VS എന്നുള്ളത് പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ കേസിലും KVL-ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് തന്നെയാണ് കറണ്ട് ഡിവിഷൻ റൂളും വോൾട്ടേജ് ഡിവിഷൻ റൂളും ആണ്. ഓക്കെ, സോ ഒരു പാരലൽ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതൊരു കറണ്ട് ഡിവൈഡർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതായത് നമുക്കൊരു സർക്യൂട്ടിൽ ഒരു കറണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ടോട്ടൽ കറണ്ട് ഈ പാരലൽ സർക്യൂട്ടിൽ പോകുമ്പോഴത്തേക്ക് സ്പ്ലിറ്റ് ആയിട്ട് പോകും. ഓക്കെ, അതായത് ടോട്ടൽ കറണ്ട് എന്ന് പറയുമ്പോൾ ആ സർക്യൂട്ടിൽ I ആണ് നമ്മുടെ ടോട്ടൽ കറണ്ട് എന്ന് വെക്കുക. ആൻഡ് അത് ഈ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും സ്പ്ലിറ്റ് ആയിട്ട് രണ്ട് സബ് സർക്യൂട്ടിൽ കൂടെ കയറി പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്പ്ലിറ്റ് ആകുമ്പോഴത്തേക്കും എന്താണ് ആ സബ് സർക്യൂട്ടിലുള്ള ലോഡ്, അതായത് ആ റെസിസ്റ്ററിന്റെ അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് വാല്യൂവിനനുസരിച്ചിട്ടായിരിക്കും അത് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതിന്റെ ഒരു സം ആയിരിക്കും നമ്മുടെ ടോട്ടൽ I വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് ഡിവൈഡ്സ് ഇൻ all the branches in a parallel circuit and the voltage remains the same. ഓക്കെ, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കറണ്ട് സ്പ്ലിറ്റ് ആവും, പക്ഷേ വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിട്ട് തന്നെ നിൽക്കും, കാരണം പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട്. സോ ഒരു പാരലൽ സർക്യൂട്ട് ശ്രദ്ധിക്കുക, എപ്പോഴും വോൾട്ടേജ് സെയിം ആയിരിക്കും. ആൻഡ് ആ ഒരു രണ്ട് പോയിന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പക്ഷേ കറണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സ്പ്ലിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതിന് അക്രോസുള്ള വോൾട്ടേജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ VS എന്ന് നമുക്ക് പറയാം. ഇതിൽ I1 R1 എന്ന് പറയുന്നതും VS ന് ഇക്വലന്റ് ആണ്, അല്ലെങ്കിൽ V ക്ക് ഇക്വലന്റ് ആണ്. ആൻഡ് I2 R2 എന്ന് പറയുന്നതും V ക്ക് ഇക്വലന്റ് ആണ്. പക്ഷേ I1 ഉം I2 I ക്ക് ഇക്വലന്റ് അല്ല. R1 ഉം R2ന്റെയും ബേസിസിൽ അത് മാറുന്നുണ്ടാവും. ഓക്കെ, സോ ടോട്ടൽ I എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടിട്ട് അധികമായിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ V കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വാല്യൂ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ അതിന്റെ സ്പ്ലിറ്റ് വാല്യൂ ആയിരിക്കും I1 ഉം I2 എന്ന് പറയുന്നത്. ഇതിൽ R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ, R2വിനെക്കാട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ R1ൽ കൂടെ പാസ് ചെയ്യുന്ന I1 എന്ന് പറയുന്ന കറണ്ട് കുറവായിരിക്കും. അതേസമയം R2വിൽ ഈ പറയുന്ന പോലെ കുറവല്ലേ, R1നെക്കാട്ടിയും R2വിനെക്കാട്ടിയും R1ന്റെ വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ R2വിന് വാല്യൂ കുറവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതൽ കറണ്ട് R2വിൽ കൂടെ പാസ് ചെയ്യും. സോ I2ന്റെ വാല്യൂ I1ന്റെ വാല്യൂ കാട്ടിയും കൂടുതലായിരിക്കും. ആൻഡ് തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ I1ന്റെ വാല്യൂ I2ന്റെ വാല്യൂവിനെ കാട്ടിയും കൂടുതലായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ സ്ഥിരം വീട്ടിൽ നിന്ന് ഓഫീസിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ പോകുന്ന വഴി നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒരു വഴിയിൽ ബ്ലോക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പുറത്തെ ബ്ലോക്ക് കുറഞ്ഞ അല്ലെങ്കിൽ തിരക്ക് കുറഞ്ഞ വഴി കൂടെ പോകും അല്ലേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് സെയിം പ്രിൻസിപ്പിൾ ആണ് ഈ പറയുന്ന പോലെ എന്താണ് നമ്മുടെ കറണ്ട് ഡിവിഷൻ റൂളിൽ പറയുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് കൂടുതലാകുമ്പോഴത്തേക്കും അതുവഴി ഒഴുക്ക് കുറയും. അങ്ങനെ വരുമ്പോൾ റെസിസ്റ്റൻസ് കുറവുള്ള പാത്തിൽ കൂടെ ഒഴുക്ക് കൂടും. സോ ഫ്ലോ ഓഫ് ചാർജ്, കറണ്ട് കൂടുതലായിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതില് I1ന്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് V/R1 നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ, ഞാൻ അതുപോലെ I2ന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ V/R2 എന്നുള്ളതായിരിക്കും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് കണ്ട ഇക്വേഷനിൽ I ഈക്വൽ ടു V ഇൻറ്റു R1 പ്ലസ് R2/R1 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈക്വലന്റ് റെസിസ്റ്റൻസിനെ V സോഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ആ V വാല്യൂ, സോഴ്സ് വാല്യൂ അല്ലെങ്കിൽ ആ വോൾട്ടേജ് വാല്യൂ നമ്മൾ
സിമിലർ ആണെന്ന് പറഞ്ഞാൽ I1 × R1 ആണെങ്കിലും I1 × R2 ആണെങ്കിൽ I2 × R2 ആണെങ്കിലും വിയുടെ വാല്യൂവിന് കിട്ടുമെന്ന് പറഞ്ഞു. സോ ആ വി വാല്യൂവിന് പകരം I1 R1 നമ്മൾ അവിടെ ഇടുവാണെന്നുണ്ടെങ്കിൽ ഐന്റെ വാല്യൂ നമുക്ക് ചെയ്യുമ്പോൾ I1/R2 × R1 + R2 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് I1ന്റെ വാല്യൂ R2ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സോറി, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് സിമിലർലി I2R2 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വിയുടെ സ്ഥലത്ത് I2R2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ I1/R1 × എന്താണ് R1 + R2 എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ വാല്യൂസ് വരുന്നത്. ആൻഡ് ഇതിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ഐ വാല്യൂ കിട്ടുന്നുണ്ട്. സിമിലർലി വോൾട്ടേജ് ഡിവിഷൻ റൂൾ, കറണ്ട് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പാരലൽ സർക്യൂട്ടിലാണ് പറയുന്നതെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ നടക്കുന്നത് വെച്ചാൽ നമ്മുടെ സീരീസ് സർക്യൂട്ടിലായിരിക്കും. സീരീസിലി വരുമ്പോഴത്തേക്ക് എന്താണ് അവിടെയാണ് വോൾട്ടേജ് ഡ്രോപ്പ് നടക്കുന്നത്. പാരലലി വരുമ്പോഴത്തേക്കും വോൾട്ടേജിന്റെ നമുക്ക് അവിടെ എന്താണ് വേറെ നഷ്ടമൊന്നും വരുന്നില്ല. ഓക്കെ, കറണ്ട് ആണ് ഇവിടെ സ്പ്ലിറ്റ് ആവുന്നത്. ഇവിടെ അതുപോലെ സീരീസ്ലി കണക്റ്റഡ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് വോൾട്ടേജ് സ്പ്ലിറ്റ് ആവുന്നത്. അറ്റ് ദ സെയിം ടൈം കറണ്ട് വിൽ ബി സെയിം. അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ ഈ ഒരു സർക്യൂട്ട് ക്ലോസ് സർക്യൂട്ട് എടുക്കുന്നതാണെങ്കിൽ R1 കൂടെ പാസ് ചെയ്യുന്ന കറണ്ടും R2 കൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ഐ തന്നെയാണ്, സെയിം തന്നെയാണ്. പക്ഷേ R1 ഡ്രോപ്പും R2 ഡ്രോപ്പും വ്യത്യാസമായിരിക്കും. എങ്ങനെ? R1ന്റെയും R2ന്റെയും വാല്യൂ അനുസരിച്ചിരിക്കും R1ലെയും R2ലെയും ഡ്രോപ്പുകളായിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്സ് ആയിട്ടുള്ള V1ഉം V2ന്റെയും വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, V1 will be equal to I × R1 and V2 will be equal to I × R2. ആൻഡ് ഇതിന്റെ സം എടുക്കുമ്പോൾ R1 + R2 ആയി. ആൻഡ് I × R1 + R2 ആണ് നമ്മുടെ ടോട്ടൽ V വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അല്ലെങ്കിൽ V1 + V2 അതിന്റെ സം ആണ് നമ്മുടെ സോഴ്സ് വാല്യൂ V എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ നേരത്തെ പോലെ നമ്മൾ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഐ വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ എന്താണ് V1/R1 ഉം V2/R2 സെയിം ആണ്, ഐ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വിയുടെ സ്ഥാനത്ത് നമ്മൾ എന്താണ് വിയുടെ സ്ഥാനത്തല്ല V = I × R1 + R2 ഐന്റെ സ്ഥാനത്ത് നമ്മൾ V1/R1 ഇടുകയാണെങ്കിൽ നമുക്ക് എന്താണ് V = V1/R1 × R1 + R2 എന്നുള്ള രീതിയിൽ കിട്ടും. അതേപോലെ അതേ ഐന്റെ സ്ഥാനത്ത് നമ്മൾ V2/R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് V2/R2 × R1 + R2 എന്നുള്ള രീതിയിൽ കിട്ടും. സോ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് V1 = V × R1/R1 + R2 എന്ന് കിട്ടും. ആൻഡ് V2 will be equal to V × R2/R1 + R2 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ ഈ കറണ്ട് റൂൾ, കറണ്ട് ഡിവിഷൻ റൂൾ, വോൾട്ടേജ് ഡിവിഷൻ റൂൾ, അതുപോലെ KCL, KVL ഇതെല്ലാം ഈ പറയുന്ന ഒരു സർക്യൂട്ട് പാരാമീറ്റേഴ്സ് തന്നേക്കുന്നതിൽ ഏതെങ്കിലും അൺനോൺ വാല്യൂ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റൂൾസ് ആണ് ഇതെല്ലാം. ഓക്കെ, ആൻഡ് വോൾട്ടേജ് ഡിവിഷൻ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഓഫീസിലേക്ക് കോളേജിലേക്ക് പോകുന്നു. നമ്മൾ ഫുൾ പൊട്ടൻഷ്യലിലാണ് നമ്മൾ ഇറങ്ങുന്നത്. വി സോഴ്സ് വോൾട്ടേജ് ഉണ്ട്, ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ ഇറങ്ങുന്നു. ഓരോ ലോഡിലും നമുക്ക് വോൾട്ടേജ് പറയുന്നുണ്ട് അല്ലേ. അതായത് ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഡെയിലി ഓരോ ഷോസ് നമ്മൾ ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ എന്താ പറയുക നമ്മുടെ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ ആ ഒരു എന്താ പറയുക രാവിലെ ഉള്ള ആ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കുറഞ്ഞു വരും അല്ലേ. അങ്ങനെ നമ്മുടെ എനർജി കുറഞ്ഞു വരും. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ടയർഡായിട്ട് അവശനായിട്ടായിരിക്കും തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുന്നുണ്ടാവും. ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടാവുക. അപ്പോഴത്തേക്കും നമ്മൾ ഫുള്ളി ഡ്രെയിൻഡ് ആയിരിക്കും. സോ അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. ടോട്ടൽ V ആണ് നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് V1 V2 എന്നുള്ള രീതിയിൽ പോകുന്നത്. ഫുള്ളി ഡ്രെയിൻഡ് ആയിരിക്കും തിരിച്ചു വരുമ്പോൾ ഈ ഒരു ക്ലോസ് പാത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ. ഓക്കെ, ലൈക്ക് നമ്മുടെ കറണ്ട് ഡിവിഷൻ റൂളിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് പാസ് ചൂസ് ചെയ്തു എന്ന് പറയുന്നത്. സോ ആ ഒരു അനാളജി മനസ്സിൽ വെച്ചിരുന്നാൽ മതി, സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, സോ താങ്ക് യു.